الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാൻ ഏകദേശം അതിൻ്റെ പകുതിയിലേക്ക് അടുക്കുക. ഈ പുണ്യദിനങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ ദ്രുതഗതിയിൽ യാത്ര പറയുമെന്ന ശ്രദ്ധ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണമെന്ന് ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മക്ക ജീവിത കാലഘട്ടം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ മണ്ണിൽ പ്രവാചകൻ ഹിജറ ചെയ്തു വരുമ്പോൾ അവിടെയുള്ള ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിലെ ഇസ്ലാമിൽ നടന്ന ആദ്യത്തെ പ്രതിരോധ യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത്. സ്വാഭാവികമായി നമ്മുടെ നാടുകളിൽ ബദറിനെ അനുസ്മരിക്കപ്പെടുന്ന രീതികളിൽ അതിന്റെ ഗുണപാഠങ്ങളും ചരിത്രങ്ങളും വിജ്ഞാനവേദികളും ഒരു സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബദരീങ്ങളുടെ ആണ്ടും ബദർ മൗലിദും മറ്റൊരു വശത്തു കൂടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കണം ആരാണ് ബദരീങ്ങൾ, അവരുടെ സ്ഥാനവും അവരുടെ മഹത്വവും ആ ബദറിന്റെ ആദർശം എന്താണെന്ന് നമ്മളുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ടവരാണ് വിശ്വാസികൾ. കാരണം വിശുദ്ധ ഖുർആൻ നമ്മളോട് ചരിത്രങ്ങളെ പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ലഫീ ഖസസിഹിം ഇബ്റ, അവരുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. മാത്രമല്ല ചരിത്രം പഠിപ്പിക്കേണ്ടത് നിർബന്ധമാണ് എന്ന് പോലും പണ്ഡിത ലോകം അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്.
കാരണം ചരിത്രം പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വഴിതെറ്റിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഫാഷിസത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ ചരിത്രങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? അതുവഴി ഒരു സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് യഥാർത്ഥമായ ചരിത്രങ്ങളെ മനസ്സിലാക്കാനും അതിന്റെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളലും വിശ്വാസികളുടെ ബാധ്യതയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണ്ണിൽ നിന്ന് പഴയ യസ്രിബിന്റെ മണ്ണ്, ആ പേര് നമുക്ക് പറയാൻ പാടില്ലാത്ത പേരാണ്. കാരണം ഒരു നീചനായ ഭരണാധികാരിയുടെ പേരാണ് യസ്രിബ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതോടുകൂടെ ആ യസ്രിബ് എന്ന പേര് പോലും മാറി മദീനത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ മദീന എന്ന് വിളിക്കപ്പെടുന്നത്. ആ മദീനയിൽ പ്രവാചകൻ കടന്നു വരാൻ ആ സമയത്താണ് അബൂ സുഫിയാനും കൂട്ടരും കച്ചവട സംഘവുമായിട്ട് ഷാമിൽ നിന്നുള്ള വലിയ 40ഓളം വരുന്ന യാത്രാ സംഘങ്ങളുടെ വലിയ ലാഭവിഹിതങ്ങളുമായി കടന്നു വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ അവരെ തടയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ. ഇവിടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും, എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രതിരോധിക്കണം? എന്തിനാ കച്ചവട സംഘത്തിന് പ്രവാചകൻ ലക്ഷ്യം വെക്കേണ്ടതുണ്ട്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? മക്കയിൽ നിന്ന് പ്രവാചകനും സഹാബത്തും അവരുടെ നാടും സമ്പത്തും എല്ലാം ഇട്ടെറിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുട്ടിന്റെ മറവിലെ കഅബാലയത്തിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് പറയേണ്ട ഒരു വാക്കുണ്ട്, അലിംതു അന്നക ഖൈറു അർളില്ല. എനിക്കറിയാം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീ തന്നെയാ. നിന്റെ ആളുകൾ ഞങ്ങൾ ആട്ടിവിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ മണ്ണിന്ന് ഞങ്ങൾ പുറത്തു പോവില്ല. റസൂലിന് ആ മണ്ണിനോടുള്ള സ്നേഹം നമുക്ക് കാണാൻ പറ്റും. ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ കഅബാലയത്തിലേക്ക് പ്രവാചകൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പിച്ചപച്ച നടന്ന മക്കയുടെ മണ്ണിനോട്, പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട് ഹൃദയം പറിച്ചെടുത്ത വേദനയിലുള്ള യാത്രയാണ്. അവരുടെ എല്ലാ സമ്പത്തും ഇവിടെയാണ്. അങ്ങനെ യാത്ര പോയ ആളുകളുടെ സമ്പത്ത് കൈയാളുന്നവർ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകളാണ്, ഖുറൈശുകളാണ്. ഇവരുടെ സമ്പത്തും കൊണ്ടാണ് അബൂ സുഫിയാൻ കച്ചവടത്തിന് പോയത്. അതുകൊണ്ട് ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ ഇവരുടെ സമ്പത്തിനെ തിരിച്ചു പിടിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തടയണമെന്ന ലക്ഷ്യത്തോടെ കഴിയാവുന്ന ആളുകൾ വരണമെന്ന് പറഞ്ഞ് ആരോടും ഒരു നിർബന്ധ സ്വഭാവം പറഞ്ഞിട്ടില്ല. അവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ മുസ്ലിങ്ങളുടെ കൂടെ. 319 എന്ന ചരിത്രങ്ങളിൽ കുറച്ചുകൂടെ പ്രബലമായ രീതിയിൽ കാണപ്പെടുന്നു. അല്ലാഹു ആലം 306 13 16 ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളെ കാണാം. അത്രയും 300 ചില്ലാനും വരുന്ന ആളുകളുമായി പുറപ്പെട്ട് അബൂ സുഫിയാനും കൂട്ടരും ഈ വിവരം അറിഞ്ഞിട്ട് മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയാണ്. പക്ഷെ മക്കയിലേക്ക് വിവരം അറിയിച്ചു മുഹമ്മദ് പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 1000ഓളം വരുന്ന ആളുകൾ ഇവരോട് അറ്റാക്ക് ചെയ്യാനുള്ള തന്ത്രവുമായി സർവ്വവിധ സന്നാഹവുമായി കടന്നു വരുന്നുണ്ട്. ആ വരുന്ന കൂട്ടം ചില്ലറയില്ല. 700-ലധികം വരുന്ന ഒട്ടകങ്ങൾ തന്നെ അവരുടെ സംഘത്തിലുണ്ട് എന്നുള്ളതാണ്. അതിനോട് ഉപോത്ബലകമായ കുതിരകളുണ്ട്, ആയുധങ്ങളുണ്ട്, നർത്തകികളുണ്ട്, വാദ്യോപകരണങ്ങളുണ്ട്. എല്ലാമായി കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ, അബൂ സുഫിയാൻ രക്ഷപ്പെട്ട വിവരം അബൂ സുഫിയാൻ അറിയിച്ച് ഇനി യുദ്ധത്തിന് പോകണ്ടെന്ന വിവരം അറിയിച്ചപ്പോ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന അബൂജഹൽ അതിന് സമ്മതിച്ചില്ല. മുഹമ്മദിന്റെ പതനം കണ്ടിട്ട് മടങ്ങിയ മതി എന്നുള്ളതാണ്. എന്ന മഹാനായ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്തിനും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. കാരണം ഏതായാലും അബൂ സുഫിയാനെ കിട്ടിയില്ല, ഇനി തിരിച്ചു മടങ്ങണമെന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞതും അല്ലാഹുവിന്റെ ഖുർആൻ. പക്ഷെ പറയാ, അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം നൽകിയത് രണ്ടാലൊരു സംഘത്തിന്റെ വിജയമാണെങ്കിൽ ആ വലിയ വിജയം അല്ലാഹു കൊടുക്കുമെന്നുള്ളത് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്. അതിന്റെ വിജയമാണ് അവിടെ കണ്ടത്. ആദ്യം ലക്ഷ്യം വെച്ച് എന്താണ്? 40 ആള് വരുന്നൊരു സംഘത്തെയാണ്. പക്ഷെ അല്ലാഹ് ലക്ഷ്യം വെച്ചത് എവിടെയാണ്? 1000ഓളം വരുന്ന മുശ്രിക്കീങ്ങളെയാണ്. ആദർശത്തിന്റെ വിജയം, ഹക്കിനെ വിജയിപ്പിക്കാനാണ് അല്ലാഹു തആല തീരുമാനിച്ചത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, അബൂജഹലെ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ രണ്ടാലൊരു ഹക്കിനെ നീ വിജയിപ്പിക്കണമെന്നാണ്. അല്ലാഹ് പ്രാർത്ഥന അതേ അർത്ഥം അവിടെ സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ്. ഇതിലെ ഹക്ക് ആരാണെന്ന് നിനക്കറിയാലോ. ആ ഹക്കിനെ വിജയിപ്പിക്കണമെന്ന് അബൂജഹൽ പോലും പ്രാർത്ഥിക്കുന്നത്. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹിനെ മാത്രം എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അള്ളാഹിന്റെ കൂടെ മറ്റുള്ളവരെയും പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നവർ. എന്നാൽ അള്ളാഹിന്റെ തീരുമാനപ്രകാരം
ഇവരെ മദീനയിൽ കടത്താതെ മദീനയുടെ പുറത്ത് ബദറിന്റെ രണഭൂമിയിൽ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചതാണ് ബദറിനുള്ള സാഹചര്യങ്ങൾ. ഞാനൊരു ചരിത്രം പറയാനല്ല, അതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്താണ്? പ്രിയമുള്ളവരെ, എത്ര വലിയ ശക്തരാണെങ്കിലും, എത്ര വലിയ സജ്ജീകരണങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ മനുഷ്യരെ വളർന്നിട്ടില്ല എന്ന പാഠം അല്ലാഹു തആല ഇവിടെ നൽകാൻ വിശുദ്ധ ഖുർആൻ പറയാണ്, വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്റാ, അഹങ്കാരികളായി തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരെ പോലെ നിങ്ങളായി തീരണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരികളായി വീട്ടിൽ നിന്നിറങ്ങിയവരെ പോലെ മുഹമ്മദിന്റെ പതനം കണ്ടിട്ടേ ഇനി മടക്കമുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞിറങ്ങിയ ആളാൻ അവരെ ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ മാറ്റിയതുമല്ല. അതിനുവേണ്ടി കൊടിപിടിച്ച അബൂജഹലിനെ അവിടുന്ന് ബദറിലെ ഹലീബ് കണച്ചിലൂടെ വലിച്ചെറിയാൻ വിധിക്കപ്പെട്ടതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഒരു അഹങ്കാരങ്ങളും അവരുടെ കയ്യിൽ ആയുധങ്ങളോ അവരുടെ കയ്യിൽ ആൾബലങ്ങളോ, അവർ നിങ്ങൾ നോക്ക്, മദ്യത്തിന്റെ ചഷകങ്ങളും വാദ്യോപകരണങ്ങളും നർത്തകികളും അവർക്ക് വേണ്ടി കൊഴുപ്പ് കൂട്ടാൻ ഗാനമാലപിക്കുന്ന സ്ത്രീകളെയും അവരുടെ സംഘത്തിൽ അവർ കൂടെ കൂട്ടിയിരുന്നു. എന്നിട്ട് ആ യുദ്ധത്തിന്റെ തലേ രാത്രിയിൽ ചാരന്മാരെ നിയോഗിക്കുമ്പോ എന്തിന്റെ പേരിലെന്നറിയോ? മുഹമ്മദിന്റെ സംഘത്തിനെ വിലയിരുത്താൻ. എന്നിട്ട് അവര് പറയാൻ, ഒന്ന് പൊട്ടിക്കാനുള്ള ശരീരം അവർക്കുള്ളൂ, വാരിയെല്ലുകൾ എല്ലാവരുടെയും കാണാം. 17 ദിവസം നോമ്പെടുത്തിട്ട് വന്ന പട്ടിണിക്കോലങ്ങളാ ബദറിന്റെ രണഭൂമിയിലല്ലേ അല്ലേ? നമുക്കിങ്ങനെ ഈ വെയിലത്തിങ്ങനെ നടന്നു വരാൻ നമ്മുടെ ശരീരം ഇങ്ങനെ തളരുന്നുണ്ടല്ലേ? രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല എന്നാൽ അത്താഴം കഴിച്ചിട്ട് പോലും ഈത്തപ്പഴത്തിന്റെ മാധുരം വായിൽ വെച്ച് നുകർന്ന് അടുത്ത സഹാബത്തിന്റെ വായിൽ വെച്ച് കൊടുത്ത പാവങ്ങളൊന്ന് കഴിച്ചാൽ തീരുമായിരുന്നു. അങ്ങനെ വന്നിട്ട് അവരൊന്ന് നശിപ്പിക്കാനുള്ളതേ ഉള്ളൂ. 10-17 ഒട്ടകങ്ങളാർത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു സംഘം ഇവിടെ വന്നിട്ട് കാണുന്നത് ആരെയാണ്? ഒന്നുമില്ലാത്തവരെ, കണ്ണ് തള്ളിയിട്ടുണ്ടവരുടെ എന്ന് പ്രവാചകന്റെ അനുയായികളെ പറഞ്ഞു. 2 കുതിരപ്പടയാളികൾ മാത്രമാണ്. 2 കുതിരപ്പടയാളികളാണ്. വെറും 70 ഒട്ടകങ്ങൾ മാത്രമേ അവരുടെ കൂട്ടത്തിലുള്ളൂ. നടക്കാൻ പോലും കഴിയും 300 ചില്ലറ ആളുകൾക്ക്. അവരിങ്ങനെ യാത്ര വരുന്ന സന്ദർഭത്തിൽ ചിലർ ഒട്ടകത്തിൽ, ചിലർ നടക്കാൻ. മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂടെ ഒരു ഒട്ടകമാണ്. അവര് പറഞ്ഞു, റസൂലേ, അങ്ങ് മുഴുസമയം ഒട്ടകത്തിന്റെ പുറത്തിരുന്നാലും നബിയേ, ഈ കടിഞ്ഞാണ് പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നോളാ എന്നല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ മുത്തനബി പറയാണ്, എന്നെക്കാളും നിങ്ങൾക്ക് ശക്തിയൊന്നുമില്ല. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെക്കാളും വലിയ പ്രതിഫലം എന്റെ കയ്യിൽ, എനിക്കോ പോലെ കൂലി കിട്ടണ്ടേ? ഇതുപോലത്തെ ഒരു നേതാവ് ഉണ്ടാവോ ലോകത്തിലെ? നിങ്ങൾക്ക് പ്രതിഫലം കിട്ടണ പോലെ എനിക്കും കൂലി കിട്ടണ്ടേ? അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ നടന്നോളാം, മാറി മാറി യാത്ര ചെയ്യാം. നിങ്ങളൊക്കെ അത്ര പാവങ്ങളാണ്. അപ്പൊ ഇതിനെതിരെ അഹങ്കാരത്തിൽ വന്നപ്പോ അല്ലാഹു തആല ഒന്നുമല്ലാതവരെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരുടെ ത്യാഗങ്ങളും അവരുടെ പട്ടിണിയും കാരണമാണ് ബദരീങ്ങൾക്ക് ഇത്ര വലിയ മഹത്വ സ്ഥാനം അല്ലാഹു കൊടുത്തത്. ബദരീങ്ങൾ എന്ന സഹാബത്തിന് മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബിയോട് വഹി കൊടുക്കുന്നുണ്ട്, റസൂലേ, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ബദറിന്റെ രണഭൂമിയിലേക്ക് വന്ന മലായിക്കത്തുകള് മലക്കുകളുടെ കൂട്ടത്തിലും സ്ഥാനമുള്ളവരാണ് റസൂലേ. മലക്കുകളുടെ കൂട്ടത്തില് ബദറിൽ പങ്കെടുത്തവർക്ക് സ്ഥാനമുണ്ട്. അപ്പൊ സഹാബത്തിനു സ്ഥാനം, അപ്പൊ അഹങ്കാരത്തിന് നിലനിൽപ്പില്ല എന്നുള്ള പറഞ്ഞു. രണ്ടാമത്തെ ഒരു വിഷയം നമ്മുടെ അതിൽ പഠിക്കേണ്ടത്, മുത്തുനബിയെ എങ്ങനെ സ്നേഹിക്കണമെന്ന പാഠം ബദർ തന്നു. നമ്മൾ പറയും റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, നമ്മുടെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കാൻ അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നിങ്ങൾ ആലോചിച്ചൊക്കെ ബദറിന്റെ സ്വഫിങ്ങനെ ശരിയാക്കുക. പ്രവാചകൻ സ്വഫിങ്ങനെ ശരിയാക്കുന്നതിനിടയിലെ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു മുത്ത് നബിയോട് പറഞ്ഞു, റസൂലേ, എന്റെ ശരീരത്തിലേക്ക് അങ്ങ് അടിച്ചിട്ടുണ്ട്, എനിക്ക് അതിന് പ്രതികാരം ചെയ്യണമെന്നാണ്. ആരോടാ പ്രതികാരം ചെയ്യണേ? അള്ളാഹിന്റെ മുത്ത് നബിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വത്തിന്റെ പാഠമാണ് അവിടെ കാണുന്നത്. അള്ളാഹിന്റെ ഹബീബ് കയ്യിലുള്ള വടി കൊടുക്കുകയാണ്. സവാദിന്റെ കയ്യില്
പ്രതികാര നടപടിക്ക് വേണ്ടി നിന്ന് കൊടുക്കുന്നുണ്ട് മുത്ത റസൂൽ. അവിടുന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അങ്ങന്റെ ശരീരത്തിലൂടെ മർദ്ദിക്കുമ്പോ കമീസിന്റെ മറയില്ല നബിയേ, വയറിന്റെ ഭാഗത്താണ് അടിച്ചിരിക്കുന്നത്. റസൂൽ ഇങ്ങനെ തട്ടിങ്ങനെ സ്വപ്പ് ശരിയാക്കിയതാണ്. മുത്തനബി കമീസ് ഊരിക്കൊടുക്കുകയാണ്. സ്വഹാബത്ത് മുന്നോട്ട് വരുമ്പോ റസൂലുള്ള തടയുന്നുണ്ട്. സവാദിനുള്ള അവകാശമാണ്. അള്ളാന്റെ ഹബീബ് കമീസ് ഊരിയതും സവാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വാരിപ്പിടന്നിട്ട് പറയാ, ഒരുപക്ഷേ ബദറിന്റെ രണഭൂമിയിലൂടെ ഞാൻ ഷഹീദായേക്കാ, അതിനു മുമ്പ് അങ്ങേ വാരിപ്പുണരാനുള്ള കൊതി കൊണ്ടാണ് നബിയേ. അവിവേകമാണ് വന്നതെങ്കിൽ എന്നോടൊന്ന് പൊറുത്തു തരണേ, എനിക്കൊന്ന് പൊറുത്തു തരണേ. അത്ര ഇഷ്ടമുണ്ട് നബിയോട് അല്ലേ? ഇത്രയും ആളുകളെ കണ്ടപ്പോ കൂടെ വന്ന കുറച്ച് ആൾക്കാരെ ഇവരെങ്ങനെ ഇനി ബദറിക്ക് വരിക? അവരുടെ ജീവനോട് അവർ കണ്ണു വെക്കൂലേ, അങ്ങനെ അവർ മടങ്ങൂലേ എന്നൊക്കെ വിചാരിക്കല്ലേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊരു മുഷാവറ നടത്തി എന്താ വേണ്ടത്. അവിടെ സഹാബത്ത് പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതയുണ്ട്. എന്താ പറഞ്ഞ റസൂലേ, അങ്ങ് അവിടെ ടെന്റിൽ ഇരുന്നാ മതി, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം. ഞങ്ങളുടെ ഹുൽക്കൂമുകളിലൂടെ തൊണ്ടക്കുടിയിലൂടെ അമ്പ് തറക്കുന്നത് കാണുമ്പോ അങ്ങ് മടങ്ങണം മദീനയിലേക്ക്, അവിടെ അങ്ങയെ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ് നന്ദികേടിന്റെ വാക്ക് ഞങ്ങൾ പറയില്ല റസൂലേ എന്ന് പറഞ്ഞ സഹാബ മുഹാജിറുകളും അൻസാറുകളും മുത്തനബിയുടെ കൂടെ അള്ളാന്റെ റസൂൽ എന്തൊന്ന് പറഞ്ഞു, അള്ളാന്റെ ഹബീബ് എന്തൊന്ന് കൽപ്പിച്ചോ, അവിടെയാണ് മുത്തനബിയോടുള്ള സ്നേഹം നമ്മളിലൂടെ കടന്നു വരേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അള്ളാഹനെ അനുസരിക്കണേ, മുത്തുനബിയെയും നിങ്ങൾ അനുസരിക്കണമെന്നാണ്. ആ വാക്ക് നിസ്സാരമായൊരു വാക്കല്ല. അള്ളാന്റെ കൂടെ റസൂലിനെ അനുസരിക്കണമെന്ന് പറയാൻ അത്തിഉല്ലാഹ വ റസൂൽ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു വ അത്തിഉർ റസൂൽ, കാരണം അള്ളയും റസൂലും പറഞ്ഞ നിരുപാധികം അനുസരിക്കാനാണ്. പരിപൂർണമായി ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ നോക്കട്ടെ എന്നല്ല, പൂർണ്ണമായി അനുസരണം. അത് കാണാം, ബദറിന്റെ രണഭൂമിയിലൂടെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, നമ്മളിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ സ്വഭാവം ബദർ നൽകിയത് തവക്കുലാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുണ്ടോ? നാട് മുഴുവൻ നമുക്ക് എതിരാന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കില്ലേ? ഇല്ലേ? ഞാൻ പച്ചക്ക് നിങ്ങളോട് പറഞ്ഞാൽ പല ആളുകൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് കണ്ടാൽ സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് താഴെ ചൂട്ടണയുന്ന ആളുകളെ കാണാൻ പറ്റൂലേ? നട്ടെല്ല് നഷ്ടപ്പെടുന്ന മുസ്ലിം നാമധാരികളെ കാണാൻ പറ്റൂലേ? എന്തിനാൻ? അവർക്ക് പേടിയാണ്, നിലനിൽക്കാൻ പറ്റൂലേ ദുനിയാവിൽ? അവരുടെ ഈമാന് ചലിക്കുകയാണോ? പ്രിയമുള്ളവരെ, ആ ബദറിന്റെ രണഭൂമിയില് ആളുകൾ മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോ, നിങ്ങളിങ്ങനെ 4, 3, 7 ആളുകളല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ, റിയാദുസ് സാലിഹീനിലൂടെ ഹദീസ് കാണാം. അവര് പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബുണ്ട്, അള്ളയുണ്ട് ഞങ്ങൾക്കെന്ന് പറഞ്ഞവരാണ് ബദരീങ്ങള്. സഹാബത്തിന്റെ ഈമാൻ അങ്ങനെയാണ്. നിങ്ങൾക്കറിയോ, ബദറൊന്ന് കഴിഞ്ഞു, ഉഹദ് നടന്നു. ആ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കൊരു പരാജയം നേരിടേണ്ടി വന്നു. ഉമൈറും ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരൊക്കെ ഷഹീദാണ്. 70ഓളം വരുന്ന സഹാബത്ത് ഷഹീദാണ്. മുത്തനബി രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കാൻ, കൂടെയുണ്ടായിരുന്ന പലരും അംഗവിച്ഛേദനം ചെയ്യപ്പെട്ടവരാണ്. വെച്ച് തിരിച്ചു നടക്കുമ്പോഴാണ് രണ്ടാമത് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ഇതാ വീണ്ടും അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോ, അവരുടെ ജീവന്റെ ശാരീരിക ക്ഷമതയിലെ ക്ഷീണമല്ല, അവർ പറഞ്ഞ വാക്കുണ്ട്, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബുണ്ട്. നമുക്കിതൊക്കെ ഇങ്ങനെ സുഭിക്ഷതയിൽ നിൽക്കുമ്പോൾ അറിയണില്ല. ആ പാഠം തന്നില്ലേ ഫലസ്തീന്റെ മണ്ണ്? ആ പാഠം തന്നില്ലേ ഗാസയിലെ പിഞ്ചോമന മക്കള്? ഇതാ ഈ റമദാനിൽ സുഭിക്ഷകരമായി നോമ്പ് തുറക്കുന്ന സമയത്ത് പോലും ഈജിപ്തിന്റെ ബോർഡറിൽ ഭക്ഷണ കണ്ടെയ്നറുകൾ തടയപ്പെട്ട് നിൽക്കുന്ന പാവപ്പെട്ട മക്കള് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുമ്പോഴും കുറച്ചൊക്കെ ഈമുള്ള മക്കൾ അവിടെ കാണാൻ പറ്റും, ഇല്ലേ? തലയോട്ടി പാതി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന്റെ ജനാദ കയ്യിലെടുത്തിട്ട് വാപ്പ വിരൽ ചൂണ്ടി പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. കുഞ്ഞുമ്മാന്റെ മയ്യത്തിന് മുമ്പില് കുഞ്ഞു 2 മക്കളുടെ കൈപിടിച്ച്, മൂത്ത കുട്ടിക്ക് കേവലം 6 or 7 വയസ്സുണ്ടാകും,
ആ 2 ചെറിയ പൈതം മക്കളെ വെച്ചിട്ട് മൂത്ത കുഞ്ഞിങ്ങനെ വിരച്ചുണ്ടി പറയാ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഈ ആദർശം നമ്മളിൽ ഉണ്ടാവാൻ അല്ലെന്ന് തീർന്നിട്ടില്ല. തവക്കുൽ, ബദരീങ്ങളുടെ തവക്കുൽ, അവര് 1000 ഉണ്ടാവട്ടെ, ആയുധങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാ ഘടകങ്ങളും നമുക്കെതിരാവട്ടെ, അവർക്ക് മുകളിലുള്ള യജമാനനായ അല്ലാഹ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ. ചെങ്കടലിന്റെ മുന്നിൽ ഫിർഔനും പട്ടാളക്കാരും ഒരു ഭാഗത്ത് മുന്നിൽ കടലും വന്ന പൊക്കല്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അല്ലാഹ് എനിക്ക് വഴി കാണിക്കുമെന്ന് പറഞ്ഞ മൂസാ നബിയുടെ തവക്കുലാണ്. ആ അല്ലാഹ് ഇന്ന് ഹയ്യാണ്, ആ അല്ലാഹ് ഇന്ന് ഖയ്യൂമാണ്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി എറിയപ്പെടുമ്പോഴും പറഞ്ഞു, ഹസ്ബി അല്ലാഹ്. മനുഷ്യന്റെ കഴിവസ്തമിക്കുന്നിടത്ത് അല്ലുണ്ട്. ആ ഉറച്ച ബോധ്യം കൈവിടാതെ പറയാൻ. ആര് തന്ത്രം മെനഞ്ഞാലും അല്ലാഹുവിന്റെ തന്ത്രമാണ്. ഇന്നഹും യകീദൂന കൈദ വഅകീദു കൈദ ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുബൈദ. അവര് തന്ത്രമനയും, പക്ഷെ അല്ലാഹ് തന്ത്രമനയും. ഒരൽപ്പസമയം നിങ്ങളൊന്ന് കാത്തിരുന്നാ മതിയെന്ന് അല്ലാഹ് പറഞ്ഞ വാക്കിന്റെ ഈമാൻ നമ്മളിൽ ഇല്ല പ്രിയമുള്ളവരെ. ആ തവക്കുൽ നൽകി ബദർ നമ്മളിൽ ഉണ്ടാവണം പാഠം. പിന്നെ ബദറിൽ നമുക്ക് പഠിക്കാം സ്വർഗത്തിന്റെ അനുഭൂതിയാണ്. എന്തിനാ ഇറങ്ങണത്? എന്തിനാ ത്യാഗം അനുഭവിക്കണത്? ഞങ്ങൾക്ക് സ്വർഗം വേണം, സ്വർഗം കിട്ടണം. അതിനപ്പുറം അവരുടെ മനസ്സിലൊന്നുമില്ല. ആ ഒരു ആഗ്രഹമാണ്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ കഴിയുന്ന ആളുകളോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുമ്പോ മഹാനായ ഹൈതമാ റളിയല്ലാഹു അൻഹു പ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ സഅദിനോട് പറയുന്നുണ്ട്, മോനെ, പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദമെന്താണ്? സഅദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, വാപ്പാ, ഒരു യാത്രക്ക് പുറപ്പെടാൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. അതെവിടേക്കാണ്? അബൂ സുഫിയാനെ പ്രതിരോധിക്കാൻ. അപ്പൊ വാപ്പ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനാണ് പുറപ്പെടുന്നത് വീട്ടിൽ നിന്ന്. സഅദ് പറഞ്ഞു, ഇല്ല, ഞാനെ പുറപ്പെടും. വാപ്പക്ക് പ്രായമായില്ലേ, ചെറുപ്പക്കാരൻ ഞാനല്ലേ, ഞാൻ പുറപ്പെട്ടോളാം. വാപ്പ പറഞ്ഞു, നിനക്കിനി അവസരം കിട്ടും, പക്ഷെ എനിക്ക് അവസരമില്ല. നിങ്ങൾ നോക്കേ, ഒരു വാപ്പി മകരും ഷഹീദാവാനെ മത്സരിക്കണേ, ജീവനോടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല. അവസാനം അതൊരു നറുക്കെടുപ്പിലേക്ക് നീങ്ങാൻ. ആ നറുക്ക വീണതും വാപ്പാന്റെ മുഖം വാടി. ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുള്ളൂ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു പോയി. അത് പിന്നീട് ബദറിലെ 14 ശുഹദാക്കൾ ഷഹീദാകുമ്പോ ആ പേരിലൂടെ കാണാം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവാണ്. ഉഹുദിന്റെ അവസരം വന്നില്ലേ, അവിടുന്ന് ഹൈതമാ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. എന്റെ മകൻ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ഉഹുദിൽ എനിക്കൊന്ന് അവസരം തരുമോ നബിയേ? ഉഹുദിന്റെ ശുഹദാക്കളിൽ 70 ആളുകളിലൂടെ പേര് കാണാ ഹൈതമാ റളിയല്ലാഹു അൻഹു. സ്വർഗം മതി, സ്വർഗം മതി, എങ്ങനെങ്കിലൊക്കെ ഊരണമെന്നില്ലല്ലോ. ബദറിൽ ആദ്യം നടക്കുന്നത് യുദ്ധം. മുത്തനബിയോടുള്ള അടക്കവയ്യാത്ത സ്നേഹം റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ച അൻസാരികൾക്ക് താങ്ങിയില്ല. അവര് ചാടി. അവര് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. മക്കയെന്ന് വന്ന ഭീരുക്കൾ എവിടെയും എന്ന് മുഹാജിറുകളെ കളിയാക്കി. അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഉബൈദ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ മുന്നോട്ട് ഇങ്ങനെ കയറി വന്നു. അവരാ പോരാടി. അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ശത്രുവിനെ പെട്ടെന്ന് പരാജയപ്പെടുത്തുമ്പോ പ്രായാധിക്യം കൊണ്ട് തടന്നു വന്ന ഉബൈദ റളിയല്ലാഹു അൻഹു കടങ്കാലിന് വിട്ടുകൊണ്ട് നിലത്ത് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ നിലത്ത് കിടക്കുന്ന ഉബൈദത്തിനെ അവിടെ കിടന്ന് അദ്ദേഹം പ്രതിരോധിക്കുമ്പോഴും വീണ്ടും വെട്ടുകൊണ്ട് കൈകളിൽ നിന്ന് രക്തം ഇങ്ങനെ ചീറിയൊലിക്കുമ്പോ ബദറിന്റെ രണഭൂമിയില് ആ തളർന്നു കിടക്കുന്ന രക്തം വാർന്ന ഉബൈദ റളിയല്ലാഹു അൻഹു വരെ വാരിയെടുത്ത റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആഗ്രഹം എന്താണെന്നറിയോ? വിട്ടുകൊണ്ടതിലല്ല, പരുക്കുപറ്റിയതിലല്ല. എന്തിനാ നബിയേ അലി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാന് മോഹിച്ചവനാണ്. ഇവിടെ കിടന്ന് മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയുന്നുണ്ട്, ഉബൈദ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണ് ഉബൈദ. സ്വർഗത്തിനോടുള്ള സ്വപ്നം, ഷഹീദാവാനുള്ള ആഗ്രഹം നമ്മൾ ആലോചിച്ചോക്ക്. നമുക്ക് ഷഹീദാവാൻ ഇന്ന് ചങ്ങരംകുളത്ത് അവസരമില്ലെങ്കിലും മോഹിക്കാന്നാണ് മനസ്സിൽ. അങ്ങനത്തെ ഒരു അവസരം വന്ന് ഞാനുണ്ടാവും എന്നുള്ള നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവാം. ഉഖറവിയായ ശുഹദാക്കളിൽ പെടാൻ
അതിനുള്ള ക്ഷമ അവലംബിച്ചുള്ള ജീവിതം നമ്മളിൽ ഉണ്ടാവാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും സ്വർഗം കിട്ടണം എന്നുള്ളതാൽ നമുക്കങ്ങനെ നിയ്യത്ത് വരുന്നുണ്ടോ? അത്രയൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും റമദാൻ നമ്മളിലൂടെ കടന്നു വരുമ്പോൾ അതിന് കുറച്ചൊന്ന് സുദീർഘമായി ഖുർആൻ ഓതി ഒന്ന് നിസ്കരിക്കാനുള്ള ഒരു ത്യാഗെങ്കിലും, അല്ലാഹ്ക്ക് വേണ്ടി ജമാഅത്തുകളെ കൃത്യമായിട്ട് എത്താനുള്ള ഒരു മനസ്സെങ്കിലും, കൂടുതൽ ഉറക്കമൊഴിച്ച് ഖുർആൻ പാരായണം ചെയ്തിട്ട് ഈ ഖുർആനും നോമ്പും കൊണ്ട് പരലോകത്തെ രക്ഷപ്പെടാനുള്ള ഒരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു വരുന്നുണ്ടോ? സ്വർഗം വേണമെന്ന മോഹം ബദർ നൽകാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത്. ഖുർആനിലെ 9 അധ്യായം 23-ാമത്തെ ആയത്തിൽ ഏറ്റവും വലുത് എന്റെ റബ്ബാണെന്ന ഈമാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞോ നമുക്ക്? നിങ്ങൾക്കറിയോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ബദർ നടക്കുന്ന കാലത്ത് അദ്ദേഹം മുസ്ലിം അല്ല, ശത്രുക്കളുടെ ഭാഗത്താണ്. പിന്നീട് സ്വഹാബത്ത് ബദറിന്റെ ചരിത്രങ്ങളൊക്കെ പറയാണ്. അവർ അനുസ്മരിക്കുമ്പോൾ അതിലെ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന് പറഞ്ഞൊരു വാക്കുണ്ട്, വാപ്പ ബദറിന്റെ രണഭൂമിയിൽ പലതവണ നമ്മൾ നേർക്കുനേരെ കണ്ടുമുട്ടി. അപ്പോ എന്റെ മുന്നിൽ എന്റെ വാപ്പ പെടല്ലേ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ മാറി നടന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു മറുപടി പറഞ്ഞെന്താ അറിയോ? മോനെ, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു ബദറിൽ, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു ബദറിൽ. എന്റെ മോനെക്കാളും എനിക്ക് വലുത് റബ്ബാണ്. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? കുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും എന്നല്ല പറഞ്ഞില്ലേ, മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സമ്പത്തിനെക്കാളും ഇഷ്ടം അല്ലാഹുവിനോട് വെക്കാൻ, ഇഷ്ടം അല്ലാഹുവിനോട് വെക്കാൻ. അവരുടെ വീടുകൾ വിട്ടു വന്നവരാവരെ, അവരുടെ ജീവനെക്കാളും സ്ഥാനം അല്ലാഹു കൊടുത്തവരാണ്. അല്ലാഹു അക്ബർ എന്ന ജീവിതങ്ങളിലൂടെ തെളിയിച്ചവരാണ്. ഇനി ബദറിന്റെ ഏറ്റവും വലിയ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേദനയുണ്ട് പ്രിയമുള്ളവരെ. റമദാനിന്റെ 17 കടന്നു വരുമ്പോ ബദരീങ്കരുടെ ആണ്ടെന്ന് പറഞ്ഞ് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബദരീങ്കരോട് തേടുന്ന ആളുകളുണ്ട്. ദുഃഖമുണ്ടോ, ആദിയുണ്ടോ, വേദനയുണ്ടോ, വിഷമമുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കളെ എന്ന വരികൾ വരുന്ന ബദർ ബൈത്തുകളിലൂടെ ഹാജിയാരുടെ ചട്ടിയും കലവും കാക്കാൻ വരുന്ന 313 പട്ടാളക്കാർ ബദറിന്റെ രണഭൂമിയിൽ പങ്കെടുത്ത ആളുകള് ഒരു ഹാജിയാരുടെ വീട്ടില് അയാളുടെ ചട്ടിയും കലവും കാക്കാനായി കടന്നു വന്നു എന്ന് ബദർ മൗലിദാണ്, ബദർ മൗലിദാണ് അള്ളാന്റെ പേരിലുള്ള പള്ളിക്കകത്ത് പാടിക്കൊണ്ടിരിക്കുന്നത്. അറിയോ, ഇതൊന്നും അവരുടെ മദ്ഹല്ല. അല്ല, മന്ത്രികുമാരന്റെ കഴുത്തറക്കാൻ പട്ടാളക്കാർ കടന്നു വരിക, കാട്ടിലൂടെ പോകുന്ന കച്ചവടക്കാരനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബദരീങ്ങള് നിലത്തിറങ്ങി ചാടി വീഴ. ഈ കഥകളാണ് ബദർ മൗലിദിന്റെ ഹിക്കായത്തിലുള്ളത്. അതിന്റെ അവസാനം അവരോട് ചോദിക്കാൻ, മുത്തനബിയുടെ മദീന കാലഘട്ടത്തിൽ ഹിജറ 2-ാം വർഷം ബദർ നടന്നിട്ട് ഈ ലോകത്തോട് വിട പറയുന്ന കാലഘട്ടം വരെ റമദാനുകൾ കടന്നു വന്നപ്പോ ഒരു ബദർ 17ന്റെ ആണ്ട് പോലും നടത്താത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കേ, ഒരു പോത്തിനിറക്കാനും നെയ്ച്ചോറ് വെക്കാനും ആരെക്കൊണ്ടും പറ്റും. പക്ഷെ ബദരീങ്ങളെ നെഞ്ചിൽ വെക്കാൻ, ബദരീങ്ങളുടെ ആദർശത്തെ ജീവിതത്തിൽ വെക്കാൻ സ്നേഹമുള്ളവർക്ക് കഴിയുള്ളൂ, സ്നേഹമുള്ളവർക്ക് കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിന് ബദർ നടന്നു എന്ന് അവിടെ പഠിക്കുമ്പോഴാണ് അവരോട് ചോദിക്കുന്നവർ, അവരോട് സഹായം തേടുന്നവർ ആരാ ബദരീങ്ങളെന്നറിയോ നിങ്ങൾക്ക്? ബദറിന്റെ രണഭൂമിയിൽ അവർ ടെന്റ് കെട്ടുമ്പോ അല്ല പറയാണ്, അള്ളാന്റെ സഹായം കൊണ്ട് മാത്രമാണ്. വലഖദ് നസ്വറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. ദുർബലരായിരിക്കെ അല്ലാഹു നിങ്ങളെ സഹായിച്ചില്ലയോ? ബദറിന്റെ രണഭൂമിയിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണ്. എങ്ങനെയാ സഹായിക്കുന്നത്? മഴ വരുന്നുണ്ട്, അവർ നിൽക്കുന്ന ഭാഗം അവർക്ക് അല്ലാഹു അനുകൂലമാക്കി കൊടുക്കാണ്. യുദ്ധത്തിന്റെ തലയരാത്രി അല്ല ഉറക്കിക്കിടത്തുകയാണ്. ആകാശത്തുനിന്ന് അന്നീമുമിദ്ദുക്കും മിനൽ മലായികതി മുർദിഫീന, തുടരെയായ മലായികത്തുകളെ അല്ലാഹു തആല പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ ബദറിന്റെ രണഭൂമിയിലോട് അള്ളാന്റെ മുത്തറസൂലിന് സഹായം കൊടുക്കുമ്പോ ആ സഹായത്തിന്റെ ആയത്തുകൾ ഇറങ്ങേണ്ടത് എവിടെയാണ്? ഇത് നിർഭയത്വത്തോടുകൂടെ സകലமான സ്വഹാബത്തിനെയോ അള്ളാഹു ഉറക്കിക്കിടച്ചുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. പിറ്റേ ദിവസം ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാണ്
എല്ലാവരെയും അല്ല ഉറക്കിക്കിടത്തുന്നതെങ്കിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങണില്ല. എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് പോലും റസൂലുള്ളാഹിന്റെ കൈകൾ ഉയരുന്നത് അല്ലാഹുവിലേക്കാണ്. സാധാരണ ഉയരുന്ന പോലെയല്ല, കൈകൾ ഉയർത്തിപ്പിടിച്ച് കച്ചത്തിന്റെ വെള്ള കാണാമായിരുന്നു. അള്ളാന്റെ ഹബീബ് റബ്ബിനോട് ദുആ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടല്ല, ഭാര്യമാർക്ക് വേണ്ടിയിട്ടല്ല, മദീനക്കല്ല. അല്ലാഹുമ്മ യാ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബ, അല്ലാഹുവേ ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾ യതീമാവോ ഭാര്യ വിധവകളാകുമോ എന്ന് പേടിയല്ല. ലം തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. പ്രാർത്ഥിച്ച് ഷോൾഡറിൽ തട്ടം ഇങ്ങനെ താഴെ വീഴുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണുമിഴിക്കുമ്പോ കാണുന്നത് ഇതാണെങ്കിൽ ഓടി വന്ന് പിന്നിൽ നിന്ന് റസൂലുള്ളാഹിനെ വാരിപ്പുണർന്നിട്ട് പറയാണ്, അല്ലാഹു കൈവിടില്ല നബിയേ, അല്ലാഹു കൈവിടില്ല നബിയേ. അത്ര നൊമ്പരുണ്ട് ബദറിൽ, അത്ര വേദനുണ്ട്. എന്തിനാ അവര് കയ്യും കാലും കൊടുത്തേ? എന്തിനാ ബദരീങ്ങൾ മക്കളെ യതീമുകളാക്കി? എന്തിനാ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? അറിയോ നിങ്ങൾക്ക്? പോരാടിയിട്ട് വെട്ടുകൊണ്ട് കൈയിങ്ങനെ ആടിക്കളിക്കുമ്പോ അത് പോരാട്ടത്തിന് തടസ്സമെന്ന് കണ്ട് നിലത്ത് വെച്ച് കാലുകൊണ്ട് ചവിട്ടി കൈ പറിച്ചെടുത്ത് പോരാടിയ ബദരീങ്ങളുടെ പോരാട്ട വീര്യം എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹൃദയത്തിന്റെ കോണിൽ സ്നേഹമുണ്ടോ എങ്കിൽ അവരോട് ചോദിക്കാനല്ല. അവര് പറഞ്ഞ അല്ലാഹ് അണ്ഡകടാഹങ്ങളുടെ ബ്രഹ്മാണ്ഡങ്ങളുടെ സൃഷ്ടാവായ സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന, എല്ലാം കാണാൻ കഴിവുള്ള, കേൾക്കാൻ കഴിവുള്ള, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന, ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ് അറബിനോട് പറയാനാണ്. അറബിനോട് ഇതിനാ ബദരീങ്ങൾ പോരാടി ആദർശത്തിനെ പഠിക്കാൻ, അലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ. ബദരീങ്ങൾ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുർആനിലെ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്തിൽ കാണാം, ഇത് തസ്തഈസൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്, റബ്ബഹും അവരുടെ രക്ഷിതാവിനോട് അവർ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. അവര് ചോദിച്ച അല്ലാഹുവിനോട്. ബദരീങ്ങളുടെ ആദർശം അതാണ്. അതിനെ സ്വീകരിക്കാനും അതിനെ നെഞ്ചിലേറ്റാനും നമുക്ക് തയ്യാറാവണം. ആ തൗഹീദിന് കളങ്ങളൊന്നും ബദരീങ്ങളോട് സ്നേഹമുണ്ടോ? നമ്മളുടെ ഭാഗത്തുനിന്ന് കടന്നു വരാൻ പാടില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയോ ആ ബദരീങ്ങള് അവിടുന്ന് നിങ്ങൾ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ട ആളുകളെ ഹലീബ് കണത്തിലേക്ക് വലിച്ചിട്ടപ്പോ അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്വീകരിക്കേണ്ട ആളുകളായിരുന്നു, പക്ഷെ നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചു. നിങ്ങൾക്ക് എന്റെ പേരിൽ അഭിമാനം നടിക്കാമായിരുന്നു, പക്ഷെ നിങ്ങൾ എന്നെ നിന്ദിച്ചില്ലേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പോ ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, റസൂലേ ഇവര് മരിച്ചവരല്ല റസൂലേ, അവർ കേൾക്കാം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു അത്രേ, ഉമറെ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ മരിച്ചവരെക്കാൾ കേൾക്കുന്നവരല്ല. ഈ തെളിവും പിടിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പറയാ ബദരീങ്ങൾ എന്ന് വിളിക്കാൻ നമുക്ക് തെളിവുണ്ട്. പ്രിയമുള്ളവരെ, ആ ഹദീസിന്റെ അവസാനം എന്താണെന്നറിയോ? ലിഅന്നഹും അൽആന യസ്മഊന മാ അഖൂൽ, ഇപ്പോൾ ഞാൻ പറയുന്നതിനെ അവർ കേൾക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ രണ്ട് വിഷയം നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, മുത്തനബിയുടെ മോചിതത്താൻ ഖത്താദ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ പറഞ്ഞു, അഹിയാഹുമുല്ലാഹ്, അള്ളാഹു അവരെ ജീവിപ്പിച്ചു. പ്രവാചകന്റെ വിദ്വേഷം അവരെ കേൾപ്പിക്കാൻ അള്ളാഹു അവരെ ജീവിപ്പിച്ച മുത്തനബിയുടെ മോചിതത്താൻ. രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കിണറിൽ കിടക്കുന്ന ആളുകളാരാ? മക്കയിലെ മുശ്രിക്കീങ്ങളാണ്. മറ്റൊന്ന് അബൂജഹലാണ്. അവരോട് കേൾക്കുമെന്ന വിശ്വാസം കൊണ്ട് നമ്മൾ ഇനി നാളെ മുതൽ ആരോട് പ്രാർത്ഥിക്കണമെന്ന് പറയണേ? അബൂജഹലിനോട് തേടാനോ? പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ഇസ്ലാം ഇല്ലല്ലോ. അതുകൊണ്ട് എന്തൊന്ന് വഹി നമ്മളോട് പറഞ്ഞവോ ആ വഹി നമ്മൾ ഉൾക്കൊള്ള. ഖുർആൻ 39-ാം അധ്യായം
19 മുതൽ 22 വരെയുള്ള ആയത്ത്. അത് മതി ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി. അല്ല പറഞ്ഞു, യസ്തവിൽ അഅ്മാ വൽ ബസീർ, കണ്ണ് കാണുന്നവനും കാണാത്തവനും സമാവില്ല. വലദ്ദുലുമാതു വലന്നൂർ, ഇരുട്ടും വെളിച്ചവും സമാവില്ല. വലല്ലില്ലു വലൽ ഹറൂർ, വെയിലും തണലും സമാവുകയില്ല. ഏതെങ്കിലും ഒരാൾ പറയോ ഇത് മൂന്നും സമാവും? ഇല്ല. നാലാമത്തവമായ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്ത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമാവില്ല. 4 കാര്യം അല്ലാഹു സമർത്ഥിച്ചു പറഞ്ഞു. രാവും പകലും, ഇരുട്ടും വെളിച്ചവും, വെയിലും തണലും, കണ്ണ് കാണുന്നവരും കാണാത്തവരും ജീവിച്ചവരും മരിച്ചവരും ഒന്നും സമാവില്ലെങ്കിൽ 4ാമത്തെ കാര്യം അതേ ആയത്തിൽ അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കും. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, റസൂലേ താങ്കൾക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല. ഏതുപോലെ രാവും പകലും സമാവാത്ത പോലെ അല്ലാഹു കേൾപ്പിക്കും, റസൂലേ താങ്കൾക്ക് കഴിയില്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമാവാത്ത പോലെ അല്ലാഹു കേൾപ്പിക്കും, റസൂലേ താങ്കൾക്ക് കഴിയില്ല. ആയത്തിന്റെ തഫ്സീർ എന്റെ വകയല്ല. വൻ നബിയു ലാ തുസ്മിഉൽ മൗതാ വഖുബ്ബിറ, റസൂലേ താങ്കൾ മരിച്ചവരെ, ഖബറിൽ മറമാടപ്പെട്ടവരെ താങ്കൾ കേൾപ്പിക്കില്ല എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീർ. അഥവാ അല്ലാഹു ഉദ്ദേശിച്ചാലല്ല നടക്കില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ വിളിക്കേണ്ടതാരെ അള്ളാനെ. ബദരീങ്ങളോട് സ്നേഹമുണ്ടോ? അള്ളാഹിനോട് ദുആ ചെയ്യുക. ബദരീങ്ങളോട് ബഹുമാനമുണ്ടോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സ്വഹാബത്തിന്റെ ദർജകളിൽ 12 മഹത്തായ ദർജകളിൽ പറഞ്ഞതിൽ ടോപ്പിൽ വരുന്ന കാറ്റഗറിയിൽപ്പെട്ടവരാണ് അസ്ഹാബുൽ ബദരീൻ എന്ന് പറയുന്ന ബദർ ശുഹദാക്കൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പാഠം ഉൾക്കൊണ്ട് ഹക്കിന്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാന് പലപ്പോഴും നമ്മുടെ ആളുകളൊക്കെ സാമ്പത്തികമായി പല രീതിയിലൂടെ ചെലവഴിക്കുന്ന ആളുകളാണ്. 2 കാര്യങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, സമ്പത്തിന്റെ നിർബന്ധമായി നമ്മൾ കൊടുത്തുവിട്ടേണ്ടുന്ന സക്കാത്ത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. നമ്മൾ ആർക്കും കൊടുക്കുന്ന ഔദാര്യമല്ല. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, ജീവിതമാർഗം തടയപ്പെട്ടവർക്കുള്ള അവകാശമെന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. അത് നമ്മളുടെ കയ്യിൽ 1,00,000 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ 2,500 പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് പല വകുപ്പിനനുസരിച്ച് മാറും. 2.5 മുതൽ 20% വരെ സക്കാത്തുകളുള്ള അവസ്ഥകളുണ്ട്. അപ്പോ അതിന്റെ ആ 2,500 നോർമലി വരുമാനത്തിന്റെ 2.5%. ആ 2,500 രൂപ പാവപ്പെട്ടവന്റെ അവകാശമാണ്. ആ 2,500 കൊടുത്താൽ മാത്രമാണ് ബാക്കി 97,500 നമുക്ക് ഹലാലായി മാറുന്നത്. അത് കൊടുത്തില്ല, നമ്മളുടെ കയ്യിൽ അത് പിടിച്ചു വെച്ചാൽ ആ 1,00,000 മുഴുവൻ നമുക്കെന്താണ്? മാലുൽ ഹബീസാണ്, മലിനമായ സമ്പത്താണ്. അതുകൊണ്ട് നിർബന്ധിതമായ സക്കാത്തിനെ കൊടുത്തുവിട്ടാൻ വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെയും സൂറത്ത് തൗബ 33-34 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞ വാക്കുണ്ട്. അതിനെ കൊടുക്കാതെ ശേഖരിച്ചു വെക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, സ്വർണവും വെള്ളിങ്ങനെ ശേഖരിച്ചു വെക്കാൻ അള്ളാന്റെ മാർഗത്തിൽ അതിനെ ചെലവഴിക്കുന്നില്ലെങ്കിൽ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ജഹന്നം എന്ന് പറയുന്ന നരകത്തില് അള്ളാഹു അതിനെ പഴിപ്പിച്ചെടുക്കുന്നതാണ്. ഫത്ഖുവാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, അവരുടെ മുതുകുകളും അവരുടെ പാർശ്വങ്ങളുമെല്ലാം അള്ളാഹു തആല അതുകൊണ്ട് പഴിപ്പിച്ചെടുക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ നമ്മളുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത് ഹറാമായി മാറാതിരിക്കാൻ, പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ തടയാതിരിക്കാൻ, നരകത്തിന്റെ മാരകമായ ശിക്ഷ വാങ്ങാതിരിക്കാൻ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ കാലത്ത് കൊടുത്തിരുന്നത് ഒട്ടകത്തിന് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കടിഞ്ഞാണും നിങ്ങൾ സക്കാത്തായി കൊടുത്തിരുന്നുവെങ്കിൽ ആ കടിഞ്ഞാണ് എന്റെ ഭരണകാലഘട്ടത്തിലും കിട്ടിയിരിക്കണം. അതെല്ലാം തരാതെ വെക്കുന്നവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തീർച്ചയായും കേവലം ഒരു ഒഴുക്ക് കണക്കല്ല, നമ്മളുടെ വരുമാനങ്ങളെ കൃത്യമായി കണക്ക് കൂട്ടാൻ, അതിൽ പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ, പ്രിയമുള്ളവരെന്താണ് എന്റെ വരുമാന മാർഗമെന്ന് മനസ്സിലാക്കാൻ, അതിലേത് ഇനത്തിലാണ് അത് പെടുന്നത്? 2.5%-ത്തിലാണോ? മുതൽ മുടക്കുകളില്ലാത്ത ചില വരുമാനങ്ങൾക്ക് 5% വരെ, ചില ബിൽഡിംഗ് റെന്റുകൾക്ക്
പിന്നെ സക്കാത്ത് വരുന്ന മേഖലകളുണ്ട്. കാർഷിക വിളകളിൽ 10%, 5% വരുന്ന മേഖലകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ച് ഞാനിത് ഏതിലാണ് പെടുന്നതെന്ന് മനസ്സിലാക്കി നിർബന്ധിതമായും ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ട്. സോഷ്യൽ മീഡിയയിൽ കറങ്ങിത്തിരിക്കുന്ന പല നന്മ മുടക്കികളായ ആളുകളും ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് വേണ്ട എന്ന് പറഞ്ഞ് 100 പവൻ ആഭരണാക്കി വെച്ചാലും വേണ്ട എന്ന് പറയണ ആളുകളെയും സമൂഹത്തിൽ കാണാൻ പറ്റും. അള്ളാന്റെ ദീന് നമ്മളുടെ ആരുടെയും വകയല്ല. ധരിച്ച ആഭരണത്തിനാണ് മുത്തുനബി അദ്ദിയാനി സക്കാത്തഹുമാന്ന് വളധരിച്ച കൈകളെ നോക്കി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ സക്കാത്ത് കൊടുത്തോ എന്ന് ചോദിച്ചെങ്കിൽ അതിനേക്കാൾ വലിയ മുദർരിസ് നമ്മളുടെ മുമ്പിലില്ല. അതുകൊണ്ട് 10.5 പവന്റെ നിസാബ്, 85 ഗ്രാം നിസാബ് നമ്മളുടെ കൈവശമുണ്ടോ 2.5% കൊടുത്തു കൊള്ളണം നിർബന്ധമായും. അങ്ങനെ കൃത്യമായി കണക്ക് കൂട്ടി ചെലവഴിക്കുക. വീഴ്ചകൾ ഉണ്ടാവരുത്. നമ്മളുടെ പല നാടുകളിൽ നിന്നും പങ്കെടുക്കുന്ന ആളുകളായതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ സക്കാത്ത് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉപയോഗപ്പെടുത്തുക. ഇവിടെ ചങ്ങരകുളത്തിന്റെ ഭാഗത്തുള്ള ആളുകളുടെ അൽഹംദുലില്ലാ ഇവിടെയും നമുക്ക് സക്കാത്ത് സെല്ലുകളുടെ സൗകര്യങ്ങളുണ്ട്. എവിടെയാണോ നമ്മുടെ മഹലുകളിൽ അതിനെ ഉപയോഗപ്പെടുത്തി പാവപ്പെട്ടവന് ഉപകാരപ്പെടുന്ന രീതികളിൽ കേവലം 10 രൂപയും 100 രൂപയും കൊടുത്ത് അതിങ്ങനെ ഒരു ഒഴുക്കം മട്ടിലൂടെ അല്ലെങ്കിൽ 27 രാവിന് വീട്ടിലേക്ക് കയറി വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അത് സക്കാത്തായി മാറില്ല. കണക്ക് കൂട്ടണം കൃത്യമായി, അതിനെ വേർതിരിക്കണം, മറ്റുള്ളവന്റെ അവകാശത്തെ മാറ്റണം. അത് നിർബന്ധമാണ്. എവിടെയൊക്കെ നിസ്കാരത്തിനെ പറ്റി അള്ളാന്റെ ഖുർആൻ പറഞ്ഞോ അതിൽ 80-ലധികം സ്ഥലങ്ങളിലും അല്ലാഹു തആല സക്കാത്തിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. അതുപോലെ ഐച്ഛികമായി നമുക്ക് ചെയ്യാനുള്ള ദാനധർമ്മങ്ങളെ ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായി നമ്മൾ ചെലവഴിക്കുക. ഈ റമദാൻ അടിച്ചു വീശുന്ന കാറ്റുപോലെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലവഴിച്ച മാസാണ്. നമ്മുടെ പള്ളിയിൽ വരുന്ന കേവലം ഒരു തൊഴിലാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, തൊട്ടടുത്ത ഭാഗത്തുള്ള സഹോദരനാണ്. അള്ളാഹു വലിയ പരീക്ഷണം, കിഡ്നി സംബന്ധമായും മറ്റു വലിയ മാരകമായ ഒരു രോഗം കൊണ്ടും അള്ളാഹു പരീക്ഷണം നൽകി. ഏകദേശം നമ്മൾ മനസ്സിലാക്കുന്നത് 30 ലക്ഷത്തിന് മുകളിൽ 35 ലക്ഷത്തിനോട് അടുത്തായിട്ട് ഇപ്പൊ നിലവിൽ ട്രീറ്റ്മെന്റിന് ചെലവ് വരുന്നുള്ളതാണ്. ഒരു സാധാരണ ഒരു തൊഴിലാളിക്ക് അത് താങ്ങാൻ കഴിയണതല്ല. പക്ഷെ നമ്മളൊക്കെ മനസ്സ് വെച്ചാൽ ഇൻഷാ അല്ലാഹ് പരസ്പരം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സഹായമായിട്ട് മാറും. നമ്മുടെ കൂടെ ജുമാക്ക് ഇതേ പള്ളിക്കകത്ത് വന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ചെറിയ സഹോദരനാണ്, ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരുപാട് സ്വതക്കേട് അവസരങ്ങൾ വരും. ഇതിങ്ങനെ മേലക്ക് മേലെ വന്ന് എന്താ കാട്ടാന്നല്ല, നമുക്കെന്താ പറ്റുക അത് നമ്മൾ ചെയ്യാം. ഒരു പള്ളിയുടെ പ്രൊജക്ട് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പള്ളിയിൽ സഹായം ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പള്ളി നമുക്ക് നടത്തിക്കൊണ്ടുപോകേണ്ടതുണ്ട്. യതീമായ മക്കൾക്കും സമൂഹത്തിലെ നിർധരായ മക്കൾക്കും പെരുന്നാളിനൊരു വസ്ത്രം കൊടുക്കാൻ ഈദ് കിസ്വയുടെ സംരംഭങ്ങളുണ്ട്. ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുക, ചെലവഴിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഇവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹു ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ ചെയ്തവരുണ്ട്. കഴിഞ്ഞ ഈ മിമ്പറിൽ നമ്മളൊരു ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ഇന്നലെ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോക്കോളം പറഞ്ഞു. അള്ളാഹു എന്താണോ ഖൈർ ഉദ്ദേശിക്കുന്നത് അവരുടെ മക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവേ ആ ഉമ്മാക്ക് ഏറ്റവും ഹൈറ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഏറ്റവും ഹൈറായ മാർഗം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു എല്ലാം അറിയുന്ന റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ അവരുടെ അവസ്ഥകൾ അറിയുന്ന റബ്ബേ, അവർക്കെല്ലാം എന്താണോ ഏറ്റവും ഉത്തമമായത് അത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളോട് വിട പറഞ്ഞ ആളുകളുണ്ട് റബ്ബേ. ഒരുപാട് ഞങ്ങളുടെ മാതാപിതാക്കളും ഖബറിലാണ്. മഅഫറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفاه وفي عزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.